ഇസ്ലാമോഫോബിയ ഒരു രാഷ്ട്രീയ പ്രശ്നം പോലുമല്ല, ഒരു വലിയ സാമൂഹ്യ പ്രശ്നം. കാരണം നമ്മൾ നാളെ പുറത്തിറങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് ഒരു ദിവസമല്ലേ ഉള്ളൂ, 5 വർഷത്തിലൊരിക്കൽ. അത് കഴിഞ്ഞാൽ ബാക്കി 5 വർഷത്തിൽ 4 വർഷവും 364 ദിവസവും നമ്മൾ പുറത്തല്ലേ. ആളുകളുടെ ഉള്ളിൽ ഈ വിഷമാണ് വരണമെങ്കിലും ഈ വിഷത്തിനെതിരായി എന്തു പറയാൻ കഴിയും? ഇപ്പം നമ്മൾ കാണുന്നുണ്ട് എന്താണ് സംഘപരിവാർ ഹാൻഡിലുകൾ നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്നത്, ഈ ഇസ്ലാമോഫോബിയാണ്. ഇപ്പം അതേ രീതിയിൽ CPM ഹാൻഡിലുകൾ വന്നിരിക്കുന്നു. എല്ലാ മുസ്ലിമും ജമാഅത്തെ ഇസ്ലാമിയാണ്, എല്ലാ തീവ്രവാദികളാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഇത് വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിനെ ഇവിടേക്ക് ക്ഷണിച്ച ആളുകൾ ഇപ്പോൾ മുസ്ലിം ലീഗ് വർഗീയവാദിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു SFIയുടെ നേതാവിൻ്റെ ഒരു പത്രസമ്മേളനമാണ്. MSF, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ അത് വർഗീയവാദിയല്ലേ. MSF ആയിട്ട് SFI എത്ര കാലം അലയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കറിയാം. ഞാൻ SFI നേതാവായിരുന്നു. ഞാൻ SFIയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് MSFുമായിട്ട് ASFുമായിട്ട് KSU ഒഴിച്ചുള്ള ബാക്കി ജനതാദളുമായിട്ടൊക്കെ സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഇടക്കാലത്ത് ഈ പറയുന്ന MB ഗോവിന്ദനും AK ബാലനും ഒക്കെ തന്നെ അതൊരു മതപാർട്ടിയല്ല, മതേതര പാർട്ടി. അതാ ഞാൻ പറഞ്ഞത്. അപ്പോ അവിടെയുള്ള പ്രതിസന്ധി ഇനിയിപ്പോൾ ഇസ്ലാമോഫോബിയ പറഞ്ഞ് ഇവരെ കൂടെ നിർത്തി ഒരു തെരഞ്ഞെടുപ്പ് കിടക്കുക എന്ന് പറഞ്ഞാൽ കിടക്കില്ല എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്. ഇത് മാത്രമാണ്. ഇപ്പോൾ 2024 നേരത്തെ ഉദ്ദേശിച്ചതുപോലെ 24 പോയ വോട്ട് തിരിച്ചു വരുമോ എന്നാ ചോദ്യം. ഞാൻ വലിയ തോതിൽ ഭയപ്പെടുന്നു അത് തിരിച്ചു വരാൻ വഴിയില്ല. കാരണം അവരുടെ മനസ്സിനെ അതിൽ നിന്ന് മാറ്റാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവരതിൽ ഉറപ്പിക്കല്ലേ ഇതേപ്പം. 2024 മാറി വോട്ട് ചെയ്തവരുടെ ഉറപ്പിക്കല്ലേ. വ്യത്യാസമില്ല. അപ്പൊ BJPക്ക് വോട്ട് ചെയ്താൽ പോരെ. അപ്പൊ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ടാണ് തുടക്കം മുതൽ പറയുന്നത്, ഒരു മതേതര ജാതി വിരുദ്ധ നവോത്ഥാനത്തിൻ്റെ, ഒരു ദേശീയ നവോത്ഥാനത്തിൻ്റെ, ഒരു ഇടതുപക്ഷ നവോത്ഥാനത്തിൻ്റെ ഒക്കെ കാലത്ത് നിന്ന് നാം പ്ലേറ്റ് നേരെ തിരിക്കുകയാണ്. ഇനിയിപ്പോൾ സംഘപരിവാർ ശക്തിപ്പെട്ടാലും UDF അല്ലെ കോൺഗ്രസ് ഇവിടെ വരണ്ട. അല്ല, അത് രണ്ട് തരത്തിലുണ്ട്. സംഘപരിവാർ ശക്തിപ്പെട്ടാൽ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അത്ര 1-1-2 തെരഞ്ഞെടുപ്പിൽ 1-1-2 ആയിക്കൊള്ളുന്നില്ല. കാരണം ഇപ്പോഴും ഞാൻ കണക്കാക്കുന്നത് വലിയ തോതിൽ മതേതരമായ ഒരു ജനവിഭാഗം എല്ലാ സമുദായങ്ങളിലും കേരളത്തിലുണ്ടെന്ന്. വർഗീയവാദികളല്ലാത്ത വലിയൊരു ജനസമൂഹമുണ്ട് സമൂഹത്തിൽ. ഇത് തന്നെ പിണറായി വിജയൻ ഇപ്പോൾ ഈ ചെയ്യുന്ന അയ്യപ്പ സംഗമവും മമതാനന്ദമയും വെള്ളാപ്പള്ളി നടേശൻ്റെ പരിപാടിയും NSSൻ്റെ പരിപാടിയൊക്കെ അതിനോട് എതിർപ്പുള്ള നല്ലൊരു ജനവിഭാഗം ഇടതുപക്ഷത്തിലുണ്ട്. നല്ലൊരു ജനവിഭാഗമുണ്ട്. കാരണം അവരങ്ങനെയല്ല വളർന്നിട്ടുള്ളത്. അയൽക്കാരനായ ഇസ്ലാമിനെ, ഇപ്പോൾ ചെറുകാടൊക്കെ പോലെയുള്ള ആളുകൾ അയൽക്കാരനായ ഇസ്ലാമിനെ ഞാൻ എൻ്റെ സഹോദരനായി കാണുന്ന ഒരു ഘട്ടത്തിൽ ആ ഇസ്ലാം ഇന്ത്യക്ക് കുഴപ്പമാണ്, രാജ്യത്തിന് ഇതിന് കുഴപ്പമാണ്, ഇവിടുത്തെ സമ്പത്ത് അടിച്ചു മാറ്റാണ്, ഇത് കാശ്മീരാണ്, തീവ്രവാദിയാണ് എന്ന് എന്നെ നിരന്തരം പഠിപ്പിച്ചുകൊണ്ടിരുന്നാൽ അതിൽ വിഷമമുള്ള ആളുകളില്ലേ. ഞാൻ കണക്കാക്കുന്നത് കേരളത്തിലെ മതേതര വോട്ടുകൾ പിണറായി വിജയന് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ്. ഇതിനോടൊരു പ്രതിഷേധം. ഇങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ പറയണമല്ലോ അവരും പറയണ്ടേ, അത് പറയണ്ടേ. BJPയുടെ അജണ്ടയിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അപ്പം അതുകൊണ്ട് 1-1-2 അത് ഇത് വെച്ച് കോൺഗ്രസിൻ്റെ ഹിന്ദു വോട്ട് മാറ്റുക എന്നുള്ളതൊക്കെ അതെനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അജണ്ട എല്ലാ ഹിന്ദു വോട്ട് മാറ്റാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. CPMൻ്റെ പോയാലും കുഴപ്പമില്ല. അത് തിരിച്ചടിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിലെങ്കിലും കുറച്ച് സഖാക്കളെങ്കിലും, കുറച്ച് ഇടതുപക്ഷ മനസ്സുള്ളവരെങ്കിലും, ഞാനൊക്കെ വ്യക്തിപരമായ ഇടതുപക്ഷ മനസ്സുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരു സെക്യുലർ ഇടതുപക്ഷം തന്നെയാണ് കേരളത്തിൽ വേണ്ടത്. ഇടതുപക്ഷം എന്ന് പറഞ്ഞത് LDF എന്ന് വിചാരിക്കരുത്, സെക്യുലറായ. രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ഒരു സെക്യുലർ മുദ്രാവാക്യം, ആ മുദ്രാവാക്യം ആണല്ലോ ഇന്ത്യക്ക് പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ ഒരർത്ഥത്തിൽ. വേറെ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ, പിണറായി വിജയൻ ഒഴിച്ച് ബാക്കി കമ്മ്യൂണിസ്റ്റുകാരൊന്നും ബാക്കിയുള്ളവർക്ക് സമ്മതിക്കുമല്ലോ. കാരണം അതല്ലാതെ ഇന്ത്യയുടെ ഈ വർഗീയവൽക്കരണത്തിൽ നിന്ന് ഇന്ത്യയെ, അല്ലെങ്കിൽ ഫാസിസത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ കഴിയില്ല. ആ മുന്നേറ്റത്തിന് തുരങ്കം വയ്ക്കുന്നതാണ് ഇവിടെ. അതിൻ്റെ നേരെ കൗണ്ടറാണ് ഇവിടെ. അതുകൊണ്ടാണ് 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് പുറത്തൊരു മണ്ഡലത്തിൽ പോലും പിണറായി വിജയൻ പോയില്ലല്ലോ. തൊട്ടപ്പുറത്ത് മധുരയിൽ CPMൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്, ഇവിടെ കോയമ്പത്തൂരുണ്ട്, അവിടെയൊക്കെ ഉണ്ട്. രാജസ്ഥാൻ പിന്നെ ദൂരെയാന്ന് വയ്ക്കുക. എന്നാൽ പോലും പോയില്ലല്ലോ. ബംഗാളി പോയില്ലല്ലോ.
അല്ലെങ്കിൽ നേതാക്കന്മാർ CPM-ന്റെ ഏക മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം. ഏക മുഖ്യമന്ത്രിയാണ്. ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനറാണ്. തമിഴ്നാട്ടിൽ ഇദ്ദേഹത്തിന് പോകാലോ, മധുരയിൽ ഇദ്ദേഹത്തിന് പോകാലോ. മധുരയിൽ ഇദ്ദേഹത്തിന് അറിയുന്ന ആളുകളാണല്ലോ അധികം. ഇവിടെ കുറേ മലയാളികളും ഉണ്ട്, തമിഴന്മാർക്കും അറിയാം. മധുരയിൽ തൻ്റെ കാൻഡിഡേറ്റിന് വേണ്ടി, CPM കാൻഡിഡേറ്റിന് വേണ്ടി ഞാൻ പ്രചരണത്തിന് പോയി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തെറ്റു പറയും. എന്തേ പോവാതിരുന്നത് അവിടെയാണ്. ഈ ഹിന്ദുത്വ അജണ്ടയുമായി ഒരു സംവാദത്തിനും പിണറായി വിജയൻ തയ്യാറല്ല. നോക്കിപ്പം സാറ് രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ്, ഒരു ചാനൽ ചർച്ചയിൽ ഒരു സംഘപരിവാർ നേതാവ് വന്നിരുന്നുകൊണ്ട് വേറെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർക്കും എന്ന് പറയുന്ന ഒരു വിഷയമുണ്ടായി. അതില് സാധാരണഗതിയിൽ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അത്തരം ഒരു നേതാവിനെതിരെ അങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തി വീണ്ടും ആവർത്തിച്ച് അദ്ദേഹം ചർച്ചയിൽ പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്തെ പോലീസ് സ്വമേധയാ ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്. ആ വിഷയത്തിൽ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് നേതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നിയമസഭയിൽ ഈ വിഷയം അടിയന്തര പ്രമേയ നോട്ടീസായിട്ട് പ്രതിപക്ഷം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ സാധാരണഗതിയിൽ നോട്ടീസിന് അനുമതി കൊടുക്കുമല്ലോ. ഇന്ന് ആ നോട്ടീസിന് പോലും അനുമതി കൊടുത്തില്ല. സ്പീക്കർ അതിന് കാരണമായിട്ട് പറയുന്നത് ഒരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല, ഏതെങ്കിലും തരത്തിൽ അടിയന്തര നോട്ടീസായിട്ട് വരേണ്ട ഒരു സംഭവമേ അല്ല ഇത്. ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഇവിടെ ചർച്ച ചെയ്യാനുള്ള വേദിയാണോ നിയമസഭ എന്നാണ്. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഹിന്ദുത്വയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ, അല്ലെങ്കിൽ അവരെ ഒന്ന് പ്രീണിപ്പിച്ച് നിർത്താൻ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്നുണ്ട്, അവർക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ, പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു നടപടി വേണ്ട എന്നൊരു നിലപാടിലേക്ക് ഈ പറയുന്ന പോലെ പിണറായി വിജയനും അവരുടെ ഒരു സർക്കാരും മാറിയിട്ടുണ്ടോ? അല്ല, അത് ഉറപ്പല്ലേ. ശശികല പോലെയുള്ള ആളുകൾ കേരളം മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്നത് എന്താ? നിങ്ങൾക്ക് എത്ര പ്രസംഗം വേണം? ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന പ്രസംഗങ്ങൾ. തൊഗാഡിയയുടെ കാര്യം മുമ്പ് നമ്മൾ കണ്ടതാണ്. എത്ര ആളുകൾ ഇവിടെ വന്നു. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് നിറയൊഴിക്കും എന്ന് പറഞ്ഞാൽ അയാൾക്കെതിരെ കേസെടുക്കണം എന്നുള്ളത് ഒരു പ്രാഥമിക. ഞാൻ ചോദിക്കട്ടെ, ഇന്ന നാളിരുന്ന് പറയുകയാണ് ഈ ചാനലിൽ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ നെഞ്ചത്ത് നിറയൊഴിക്കണം എന്ന് ഞാനിപ്പോൾ നിങ്ങളെ ഈ ചാനലിരുന്ന് പറഞ്ഞാൽ എനിക്കെതിരെ കേസെടുക്കില്ലേ? കേസെടുക്കും. എടുക്കണം എന്ന് ഞാൻ പറയണേ. നമ്മുടെ മുഖ്യമന്ത്രിക്കെതിരെ എങ്ങനെ നിറയൊഴിക്കണം എന്ന് പറഞ്ഞാൽ അയാളുടെ കേസെടുക്കണം. ഇതില്ല. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ എന്ന് പറയുമ്പോൾ കേസെടുക്കണമെന്ന് പറഞ്ഞാൽ എടുക്കില്ല എന്ന് മാത്രം. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഒരു കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളിൽ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, വോട്ട് ചോരി. മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ വോട്ട് ചോരിയെ പറ്റി? ഇന്ത്യ മുഴുവൻ ഇളക്കി മറിച്ച ഹൈഡ്രജൻ ബോംബ്, ആറ്റം ബോംബൊക്കെയാണ്. ഇലക്ഷൻ കമ്മീഷൻ വയർക്കുന്നു, കേന്ദ്ര സർക്കാർ വയർക്കുന്നു, പലർക്കും വയർപ്പുണ്ടാവുന്നു, സുപ്രീം കോടതി ഇടപെടുന്നു. ആ വിഷയത്തിൽ ഒരു വാക്ക് CPM നേതാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. പറയുമ്പോൾ ബേബി അവിടെ പോയി പറയുന്നുണ്ട് അഖിലേന്ത്യയിൽ. അപ്പോൾ ഈ വോട്ട് ചോരി കേരളത്തെ ബാധിക്കുന്ന ഒരു കാര്യമില്ല. തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളുണ്ട്. അതിലും ഇദ്ദേഹത്തിന് ഒരഭിപ്രായമില്ല. അപ്പോൾ പ്രശ്നം ഇത് ഒരു കോംപ്രമൈസിൻ്റെ, അത് ജയിക്കാൻ മാത്രമാണോ? പല തർക്കങ്ങളുണ്ട്. ജയിക്കൽ മാത്രമാണോ, അതോ അവിടെ നിന്നുള്ള വേറെ ചില നടപടികളുടെ പ്രശ്നമാണോ, ഇദ്ദേഹത്തിന് തന്നെ കേസിൻ്റെ പ്രശ്നമാണോ? 40 തവണയൊക്കെ മാറ്റിവെച്ച കേസൊക്കെ ഉണ്ട് ലാവലിനൊക്കെ. അതുകൊണ്ട് 40 തവണ CBI മാറ്റിവെച്ച ചരിത്രത്തിൽ ഒരേ ഒരു കേസ് അതാണ്. CBI ആവശ്യപ്പെട്ട് മാറ്റിവെക്കുക. അപ്പോൾ അത് ഇദ്ദേഹം അധികാരം വിട്ടൊഴിയുന്നത് വരെ ആ കേസ് നീട്ടുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അർത്ഥത്തിൽ അതുകൊണ്ടാണോ, അതോ അദ്ദേഹത്തിൻ്റെ മകളുടെ കേസ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേസാണോ, കമ്പനി ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രശ്നമാണോ, എന്താണെന്നറിയില്ല. അതാണെങ്കിലും അല്ലെങ്കിലും ഇദ്ദേഹം മുട്ടുമടക്കിയിരിക്കുന്നു സംഘപരിവാറിന് മുമ്പിൽ എന്ന് ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ജയിക്കാനാണെങ്കിൽ അത് എന്നാൽ പോലും അദ്ദേഹം ജയിക്കാതിരിക്കുക എന്ത് വേണം ചെയ്യട്ടെ. പക്ഷേ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മുറിവ് അദ്ദേഹത്തിന് ഒരിക്കലും മാറ്റാൻ പറ്റില്ല.